ഞാൻ, നീ, അവൻ. ആരാണ് അവനാര്? നീ ആര്? ഞാനാര്? അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവൻ കണ്ണ്, കാല്, കയ്യ്, കാത് എല്ലാം ഉള്ള സാധനം. നീ അതൊക്കെ ഉള്ളൊരു സാധനം. ഞാനും അതൊക്കെ ഉള്ള സാധനം. ഇതിനെ ഓരോന്നിനെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ അതൊക്കെ അവയവങ്ങളാണ്. ഞാൻ എവിടെ? നീ എവിടെ? അവനെവിടെ? അപ്പൊ ഞാനെവിടെ? നീ എവിടെ? അവനെവിടെ? അതറിയില്ല. എന്താ ഈ പോയത്? എന്റെ കൈ പോയോ? ഇല്ല. ആവർത്തിക്കേണ്ടതില്ലല്ലോ. എന്റെ ഏതെങ്കിലും അവയവം പോയോ? ക്യാൻസർ വന്നിട്ട് കുറിച്ചിട്ടുണ്ടാവും. അതല്ല. എന്റെ സത്ത് പോയപ്പോൾ എന്റെ ഏത് അവയവം പോയി? ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഖബറിൽ വെക്കാതെ കരിച്ചു കളയുമ്പോൾ. അല്ല, ലോകത്ത് പലരും സ്വീകരിച്ച് ഏത് മാർഗം സ്വീകരിച്ചാലും ലോകജനതയിലെ മഹാഭൂരിപക്ഷവും ഖബറിൽ അടക്കുകയാണല്ലോ ചെയ്യുന്നത്. ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഖബർ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ, ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴിയല്ല, അതൊരു കാലഘട്ടമാണ്. ആലം ബർസഖ് എന്നതിന് അറബിയിൽ പറയാറുണ്ട്. അന്തരാളഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മരിച്ചിട്ട് വേറെ എവിടെയോ എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ സാധാരണ ഖബർ എന്നാ പറയാറ്. ഖബർ, കുഴിമാടം. അങ്ങോട്ട് പോകുമ്പോൾ എന്റെ എന്തായിരുന്നു അവിടെ ഇല്ലാത്തത്? എന്റെ മാതാപിതാക്കൾ, എന്റെ മക്കൾ, എന്റെ സഹോദര സഹോദരിമാരെല്ലാവരും കൂടി, എന്റെ നാട്ടുകാരും കൂടി ചേർന്നിട്ട് ഒരു മയ്യത്ത് കെട്ടിലിൽ അല്ലെങ്കിൽ ശവമഞ്ചത്തിൽ എന്നെ ചുമന്ന് കൊണ്ടുപോയി ഒരു കുഴിമാടത്തിൽ വെച്ചുവല്ലോ. അങ്ങനെ വെക്കുമ്പോൾ എന്റെ എന്താണ് അവിടെ ഇല്ലാതിരുന്നത്? അതാണ് യഥാർത്ഥത്തിൽ സത്ത്. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ സത്ത് എവിടെയാണ് നമുക്ക് വന്നു കിട്ടിയത്? അവിടെയാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അപ്പോഴേ മരണം എന്താണെന്ന് മനസ്സിലാവൂ. എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഞാൻ വളർച്ച പ്രാപിച്ച് ആദ്യമായി എന്റെ ശരീരത്തിൽ രൂപപ്പെടുന്നത് ഡോക്ടർമാർക്കറിയാം. ഞാനത് പറയുമ്പോൾ അബദ്ധമാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അസ്ഥികൂടങ്ങളാണെന്നാണ് പറയുന്നത്. അതിലും കയ്യിന്റെ അസ്ഥിയാണ് ആദ്യം ഉണ്ടാകുന്നതൊക്കെ പറയാറുണ്ട്. എനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അത് പണ്ഡിതന്മാരാണ് അത് പഠിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ അസ്ഥികൂടങ്ങളൊക്കെ രൂപപ്പെട്ടതിന് ശേഷം അതിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എവിടെ നിന്നോ ഒരു സത്ത് കടന്നു വരുന്നുണ്ട്. അത് ശരീരത്തിന്റെ അംശമല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തിൽ നിന്ന് എടുത്തതുമല്ല. ജീവനുള്ള ശരീരമാണ് അതുവരെ അവിടെ ഉള്ളത്. ജീവനുള്ള ബീജം അണ്ഡവുമായി കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ വളരുന്നുള്ളൂ. ജീവനില്ലാത്ത ഒരു ബീജം വളരില്ലല്ലോ. കുട്ടികളുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അയാളെ ബീജം ജീവനില്ല, അല്ലെ? തകരാറുണ്ട്. അല്ലെങ്കിൽ ആ അണ്ഡം ബീജം സ്വീകരിക്കാൻ പറ്റിയതല്ല. അപ്പൊ ജീവനുള്ള രണ്ടെണ്ണം കൂടിച്ചേർന്നുകൊണ്ട് മാതാവിന്റെ ഗർഭാശയത്തിലെ ഒരു പാളിയിൽ അള്ളിപ്പിടിച്ച് അവിടെ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ടാണല്ലോ വളരുന്നത്. അതിനനുസൃതമായ വളർച്ച. അങ്ങനെ അത് ഇന്നതായി എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതോ ഇത് പൂർണ്ണത പ്രാപിച്ചതിന്റെ ശേഷം ഒന്ന് വന്നു ചേർന്നല്ലോ. ഈ ശരീരത്തിന്റെ അംശമായിരുന്നില്ല അത്. അതിന് ജീവശക്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ജീവൻ അതിന്റെ മുമ്പേ ഉണ്ട്. ജീവൻ ലഭിച്ചിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് കടന്നു വന്ന ഈ സത്ത്, ആ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നിയന്ത്രിക്കുന്ന എന്തോ ഒരു കടിഞ്ഞാണ്. അതാണ് പിന്നെ ആ ശരീരത്തെ കൊണ്ട് നടക്കുക. അതാണ് അതിനെ നയിക്കുക. അപ്പൊ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന സത്തും, അതിന് നമ്മൾ പറയാറുണ്ട് ആത്മാവ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. റൂഹ് എന്ന് പറയാറുണ്ട് അറബിയിൽ. അത് ഇപ്പൊ മനസ്സിലായത്. എടാ മനസ്സിലാവൂല എന്ന് മനസ്സിലായി. അതാണ് റൂഹിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പണിയെടുത്താൽ മനസ്സിലാവുകയില്ല എന്ന് മനസ്സിലാവും. അതൊരാജ്ഞ, അതൊരു കൽപ്പന മാത്രമാണ്. ഖുർആൻ അത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് അവസാനം പറയാം.
എന്തായാലും ശരി, അതാണ് ഈ പൂർണ്ണ രൂപം പ്രാപിച്ച മനുഷ്യനിലേക്ക് അവിടെ കടന്നു വന്നത്. അത് മനുഷ്യന്റെ ശരീരത്തിന്റെ അംശമായിരുന്നില്ല. ഏതുപോലെ ടാറ്റ കമ്പനിക്കാരൻ ഒരു കാർ ഇറക്കുന്നു, നല്ല കാർ, ഒരുപാട് പൈസയും കൊടുക്കും. ആ കാറ് പൂർണ്ണ യോഗ്യമാണ്. അതിൽ പെട്രോളുണ്ട്, അല്ലെങ്കിൽ ഡീസലാണെങ്കിൽ ഡീസലുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ തിരിക്കണ സാധനമുണ്ട്. പിന്നെ എനിക്ക് അതിന്റെ എല്ലാ പേരും പറയാൻ പറ്റില്ല, എല്ലാം അറിയില്ലല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷെ കമ്പനിയിൽ നിന്ന് കണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇപ്പൊ കമ്പനിയിൽ വേറൊരു നിർമ്മാണം നടത്തിയിട്ട് ഒരു മനുഷ്യക്കോലം പഠിച്ചു. അപ്പൊ അങ്ങനെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് അതാണോ ആ കാറ് കമ്പനിയിൽ നിന്ന് കണ്ട് ഓടിച്ചുകൊണ്ടിരുന്നത്? അല്ല. ടാറ്റ കമ്പനിക്കാരൻ ഉണ്ടാക്കിയ ഒരാളല്ല, ഒരു സാധനമല്ല ആ വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്നത്. ആ കമ്പനിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വേറെ ഏതോ ഒരു ഉമ പ്രസവിച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് കാറ് കയറിയിട്ട് പൂർണ്ണയോഗ്യമായ ആ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിങ്ങനെ കൊണ്ടുപോകണം. ആ കാറിൽ ആ മനുഷ്യന്റെ സ്ഥാനമാണ് ജീവനുള്ള മനുഷ്യ ശരീരത്തിലെ റൂഹിന്റെ സ്ഥാനം. ആ റൂഹാണ് ഇപ്പോൾ ഈ ശരീരത്തിലുള്ളത്. ആ റൂഹാണ് അതിനെ നിയന്ത്രിക്കുന്നത്. വലിയ ഗഹനമാണ്, പഠനാർഹമാണ് വിഷയം. പക്ഷേ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ ശരീരം പലപ്പോഴും ചീത്തയാകും, ചിലപ്പോ അറ്റാക്ക് ഉണ്ടാവും. എന്നിട്ട് അവർ കുറെ മരുന്നൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ ശരിയാക്കി കൊണ്ടുവന്ന് രണ്ടാമതും പിന്നെ എന്നെ തിരിച്ചുകൊണ്ടുവരാൻ. അപ്പൊ പിന്നെയും അപ്പൊ എന്നെ നന്നാക്കി പിന്നെയും. ഇതുപോലെ നമ്മുടെ കാറ് ചീത്തയാവുമ്പോ നമ്മൾ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുക്കൂലേ? അവിടെ കൊണ്ടുപോയി നന്നാക്കി വീണ്ടും ഈ ഡ്രൈവർ കയറിപ്പോവും. അങ്ങനെ നന്നാക്കി കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മോഡലൊക്കെ മാറി ഒരുപാട് പഴയ മോഡലാകുമ്പോൾ പിന്നെ അത് നന്നാക്കാൻ പറ്റാത്തതാവും. അപ്പോൾ അത് കണ്ടം ചെയ്യും. എന്നതുപോലെ നമ്മുടെ ശരീരം പിന്നെ നന്നാക്കാൻ പറ്റാത്തതാകുമ്പോൾ ഒരൊറ്റ അറ്റാക്ക് മരിച്ചത് പോകും. ഡ്രൈവറുടെ വണ്ടി ചീത്തയായി, അത് കൊണ്ടുപോയി കള്ളം ചെയ്തു, വിറ്റുകൊടുത്തു, ആരോ കൊണ്ടുപോയി, പിന്നെ രണ്ടാമത് നിർമ്മിച്ചോളും. പക്ഷെ ഈ ഡ്രൈവർക്ക് വേറെ വണ്ടിയിൽ കയറാം. എന്റെ ശരീരത്തിലെ ഡ്രൈവർക്ക് വേറൊരു വണ്ടിയിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം കിട്ടുന്നില്ല. അയാൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡ്രൈവർ ഇതൊക്കെ പൂർണ്ണമായി ശരിക്കും അത് തന്നെയാണെന്നൊന്നും ധരിക്കരുത്. ഇതൊക്കെ വെറും ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്. ആ സ്ഥാനമാണ് അതിനുള്ളത്. അപ്പൊ പൂർണ്ണയോഗ്യമായ ഒരു ശരീരം അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞു കടന്നു പോകുമ്പോൾ അതിന്റെ പ്രവർത്തനം അവസാനിക്കുന്നു. വലിയ അത്ഭുതമല്ലേ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം? ഈ എന്തൊരു ഓട്ടോമാറ്റിക് യന്ത്രമാണ് നമ്മുടെ ശരീരം. ഡോക്ടർമാരോട് ചോദിച്ചെങ്കിലല്ലേ അറിയൂ എന്തായി ചെയ്യുന്നത്. ഈ ശരീരത്തിലുള്ള കുറച്ച് വെള്ളം, കുറച്ച് ചോര, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശുദ്ധീകരണം നടത്തി. എന്തൊരു അത്ഭുതമാണത്. അങ്ങനെ അവസാനം അത് നിലച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു. ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ സത്ത് ഇറങ്ങിപ്പോയി. അപ്പോ റൂഹ് പിരിയുമ്പോഴല്ല മരിക്കൽ, മരിച്ചതിന്റെ ശേഷമാണ് റൂഹ് പിരിഞ്ഞു പോകുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ സത്ത്. റൂഹ് പിരിഞ്ഞു, മരിക്കുന്നതിന് നമ്മൾ പറയല അങ്ങനെയാണ്, റൂഹ് പിരിഞ്ഞു എന്നല്ല. റൂഹ് പിരിഞ്ഞു പോകണമെങ്കിൽ ആദ്യം അതിന്റെ ജീവൻ നഷ്ടപ്പെടണം. ജീവൻ നഷ്ടപ്പെടുമ്പോൾ റൂഹ് പോകും. ഇനി ഇതിന് എനിക്ക് പണിയില്ല. അതൊന്നിലധികം പ്രാവശ്യം ഈ റൂഹിനെ പരിശുദ്ധമ്പുരാൻ അങ്ങനെ ഏറ്റെടുക്കാറുണ്ട് എന്നാണ്. ഈ സത്തിനെ ഉറങ്ങുമ്പോഴും ഏറ്റെടുക്കും, മരിക്കുമ്പോൾ പൂർണ്ണമായി ഏറ്റെടുക്കും. അങ്ങനെ ശരീരവുമായുള്ള അതിന്റെ ബന്ധം വന്നു പോവുക എന്ന ബന്ധമാണ്. ജീവനുള്ള ഒരു ശരീരവുമായി നമ്മുടെ റൂഹിനുള്ള അല്ലെങ്കിൽ സത്തിനുള്ള ബന്ധം വരിക പോവുക. വരും പോകും, പിന്നെയും വരും, പിന്നെയും പോകും. പലപ്പോഴും വിട്ടുനിൽക്കും, വരും, പിന്നെയും വിട്ടുനിൽക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ആജ്ഞയാണ് അത്. അപ്പൊ മരിച്ചു, നമ്മൾ സത്തുപോയി, മരിച്ചതിന്റെ ശേഷം സത്തുപോയി, കൊണ്ടുപോയി നമ്മളെ കുഴിമാടത്തിൽ മറവ് ചെയ്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തു.
ഇതാണ് യഥാർത്ഥത്തിൽ മരണം.